ഹായ് സ്നേഹമുള്ളവരെ, ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കാരണം ഞാനൊരു കുറച്ച് ചീരത്തൈ വിത്ത് നട്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ചീരയിൽ നിന്നും കിട്ടിയ വിത്തുകളാണ് കേട്ടോ. അപ്പം എനിക്കൊരു ചീര ഉണ്ടായിരുന്നുള്ളേ. അപ്പം എനിക്ക് സങ്കടമായിരുന്നു, ഒരു ചീരയല്ലേ ഉള്ളൂ. അപ്പം അത് പിടിച്ചപ്പോൾ അതുപോലെ തന്നെ നിറയിലേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ വിത്തുകളും കിട്ടി. അത് ഞാൻ 2 ചെടിച്ചട്ടിയിലായിട്ട് പാകിയായിരുന്നു കേട്ടോ. പക്ഷെ അതെല്ലാം കിളുത്ത് നന്നായിട്ട് നല്ല ആരോഗ്യമുള്ള തൈകൾ വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും അമ്മച്ചിയും കൂടെ ഇന്നലെ രാത്രി ഒരു ചെറിയ മഴ, ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം മണ്ണൊക്കെ ഒന്ന് തണുത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അപ്പോൾ നമുക്കന്ന് രാവിലെ ചീരത്തൈ നട്ടാലോന്ന് ഓർത്തു. അപ്പോൾ അമ്മച്ചി വന്നാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചി മമ്മട്ടി എടുത്തിട്ട് വന്ന് കിളച്ച് മണ്ണൊക്കെ റെഡിയാക്കി സെറ്റാക്കി തന്നു. അങ്ങനെ ഞാൻ ചീരത്തൈയൊക്കെ ഇത്തിരി അകലത്തിൽ നല്ല മനോഹരമായിട്ട് നട്ട് കേട്ടോ. അപ്പോൾ ചീരത്തൈക്ക് ആവശ്യമായ വളം വേണമല്ലോ. അപ്പോൾ ചാരവും ചാണകവും കുറച്ച് വളമൊക്കെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി നല്ല നല്ല ആരോഗ്യമുള്ള തൈ നോക്കി എനിക്ക് എടുത്തു തന്നു. അങ്ങനെ ഞാൻ ചീരയൊക്കെ നട്ട് ആവശ്യമായ വളമൊക്കെ റെഡിയാക്കി വളമൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം അതങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം ചീര ഒരെണ്ണേ ഉള്ളതെന്ന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ വിത്ത് പാകിയപ്പോൾ ഒത്തിരി തൈകളായി. വീടിൻ്റെ പല ഭാഗത്തായിട്ട് ഞാനും അമ്മച്ചിയും കൂടെ രാവിലെ ചീരത്തൈയൊക്കെ നട്ട് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ ചീരയ്ക്ക് ഒരിത്തിരി അല്പം കളറ് കുറവാണ് കേട്ടോ. നല്ല ചുമന്ന ചീരയല്ല, ഏകദേശം ഒരു പച്ചപ്പും ചെറിയൊരു തണ്ടിനൊക്കെ നല്ല ചുമപ്പുള്ളൊരു സൈസ് ചീരയാണ്. പക്ഷെ നന്നായിട്ട് പിടിക്കുന്ന ശിഖരമൊക്കെയുള്ള നന്നായിട്ട് ശിഖരങ്ങളൊക്കെ വരുന്ന ഒരു ചീരയാണ്. ഒറ്റത്തൈയായിട്ടല്ല, നിറയായിട്ട് വരും. അപ്പം ഞാൻ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് വെള്ളരി പിടിച്ച് കിട്ടിയായിരുന്നു. പിന്നെ മത്തൻ നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില, അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവയുടെ പരിപാലനവും കാര്യമൊക്കെ ആയിട്ട് ഇന്ന് ഞാനും വെച്ചും കൂടെ നടന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായി പോയി. അപ്പോൾ എല്ലാവരും ചൂടുകാലമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് വീട്ടിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് പരിപാലിച്ച് ആരോഗ്യമൊക്കെ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണ് ലൈക്കും ചെയ്യണം കേട്ടോ.